കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. മൃദംഗരൂപിണിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പ്രധാനമായും ദുർഗ, ഭഗവതി, സരസ്വതി സങ്കല്പങ്ങളിൽ ഈ പൂജിക്കപ്പെടുന്നു. കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, വേട്ടയ്ക്കരയൻ, നാഗദൈവങ്ങൾ എന്നിവയ്ക്കും പ്രത്യേക പ്രതിഷ്ഠകളുണ്ട്. പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ഈ ഭഗവതി ക്ഷേത്രം. പഴശ്ശി യുദ്ധത്തിന് പോകും മുമ്പ് ഇവിടെ ശ്രീപോർക്കലിക്ക് ഗുരുതിപൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പരശുരാമൻ സൃഷ്ടിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അശ്വിന മാസത്തിലെ നവരാത്രിയും മീനമാസത്തിലെ പൂരം നാളും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുമാണ് പ്രധാന ഉത്സവങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വർഗലോകത്തു നിന്നും ഈ പ്രദേശത്ത് പണ്ടെന്നോ ശക്തിസ്വരൂപിണിയായ ഭഗവതി ഒരു മിഴാവിൻ്റെ രൂപത്തിൽ വന്നു വീണു എന്ന് പഴമൊഴി. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗശൈല നിലയം എന്നായി മാറിയത്. പിന്നീട് മിഴാവ് കുന്ന് എന്നും അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമത്തിൽ അത് മാറി മിഴാക്കുന്ന്, മുഴക്കുന്ന് എന്നിങ്ങനെ ഇന്നത്തെ മുഴക്കുന്ന് എന്ന പേരിൽ എത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്ത് അല്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് മൃദംഗം വീണതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടം ദേവിയുടെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെട്ട് ആരാധിച്ചു പോരുന്നു. പുറ്റുകൊണ്ട് മൂടിയ നിലയിലുള്ള പ്രതിഷ്ഠയാണ് ഇത്. ക്ഷേത്രത്തിൽ നിന്നും അല്പം ദൂരം പടിഞ്ഞാറു മാറി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു നീരുറവയാണ് കുമാരധാര. ഈ ക്ഷേത്രവും കോട്ടയം രാജവംശവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് ഇതിൻ്റെ മാഹാത്മ്യം. ഗുണ്ഡികത്തോട് എന്ന് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന ഈ തോട് പിന്നീട് ബാബലി പുഴയിലും അതുവഴി വളപട്ടണം പുഴയിലും ലയിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഈ തോട്ടിൽ അല്പസമയം മുങ്ങിക്കിടന്നാൽ ആരും മരിച്ചു പോകുമെന്നും എന്തെങ്കിലും കാരണവശാൽ മരണം സംഭവിച്ചില്ലെങ്കിൽ അയാൾ മഹാപണ്ഡിതനായി മാറുമെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ടായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ പോർക്കിലിക്കാവ് ക്ഷേത്രം. ഒരിക്കൽ ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നു. അർദ്ധരാത്രി ക്ഷേത്രം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിനകത്ത് കയറുകയും തുടർന്ന് ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും എന്നാൽ തങ്ങളുടെ കേന്ദ്രം വരെ കൊണ്ടുപോകുന്നതിനു പകരം അവർ പാലക്കാട്ടേക്കാണ് ചെന്നുപെട്ടത്. അവിടെ ഒരു റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്വേഷണ സംഘത്തിന് വിഗ്രഹത്തിൻ്റെ കൂടെ ഒരു കുറിപ്പും കണ്ടുകിട്ടി. ഇത് മുഴക്കുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്നും അതുമായി യാത്ര ചെയ്യാൻ തങ്ങൾക്കാകില്ലെന്നും അതിനാൽ ഇത് തങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നും ഉടനെ യഥാസ്ഥാനത്ത് എത്തിക്കണമെന്നുമായിരുന്നു ആ കുറിപ്പ്. അതനുസരിച്ച് വിഗ്രഹം തിരിച്ചെത്തിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടവരെയേ പോയുള്ളൂ. പിറ്റേന്ന് രാവിലെ പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രമതിലിനകത്ത് നിന്ന് 200 മീറ്റർ മാറി വിഗ്രഹം കണ്ടെത്തി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മോഷണമുണ്ടായി. അപ്പോൾ വിഗ്രഹം വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ കൊണ്ടുപോയെങ്കിലും ഒടുവിൽ മോഷ്ടാക്കൾ തന്നെ പോലീസിൽ വിവരമറിയിച്ച് കോടികൾ വിലമതിക്കുന്ന ഭഗവതി വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നതെന്താണ് എന്ന് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പോലീസിനും ഒരുപോലെ സംശയമുണ്ടായി. ഈ സംശയം പരിഹരിക്കപ്പെട്ടത് വിഗ്രഹമോഷണം നടത്തിയ മറ്റു കേസുകളിൽ കുടുങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നടന്ന തെളിവെടുപ്പിലൂടെയാണ്. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് മോഷ്ടാക്കൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയുണ്ടായി അത്രേ. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് തെക്കേയറ്റത്ത് പുരളിമലയുടെ വടക്കേ താഴ്വരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. കാക്കയങ്ങാട് ഉരുവച്ചൽ റോഡിൽ മുഴക്കുന്ന് ക്ഷേത്രം ബസ് സ്റ്റോപ്പിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. നാലുപാടും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതിരമണീയമായ ഒരു ഗ്രാമമാണ് ഇത്. കക്കയങ്ങാട് ഉരുവച്ചൽ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ക്ഷേത്ര കവാടം പണിതിട്ടുണ്ട്. അവിടെ നിന്നും അല്പദൂരം നടന്നു വേണം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്കു ഭാഗത്ത് ഐതിഹ്യപ്രസിദ്ധമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. കുളക്കരയിൽ അത്യപൂർവമായ ഒരു നാഗലിംഗ മരം കാണാം. മനോഹരമായ പൂക്കളോടുകൂടിയ ഈ മരം ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ മതിൽക്കെട്ടിന് പുറത്തായി പഴശ്ശിരാജയുടെ കോവിലകം പ്രതീകാത്മകമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് ഐതിഹ്യപ്രസിദ്ധമായ ശ്രീപോർക്കലി സ്ഥാനം നിലനിന്നിരുന്നത്.
3 അടി ഉയരം വരുന്ന കൃഷ്ണശില നിർമ്മിതമായ പാർത്ഥസാരഥി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ ശംഖും ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെയും വിഗ്രഹം. പാൽപ്പായസം, വെണ്ണ, കദളിപ്പഴം, നെയ്വിളക്ക്, തുളസിമാല തുടങ്ങിയവയാണ് പാർത്ഥസാരഥിക്ക് പ്രധാന വഴിപാടുകൾ. ഇതിന് സമീപം തന്നെയാണ് ക്ഷേത്രത്തിലെ നാഗസ്ഥാനവും വേട്ടക്കരയൻ സ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. മേൽക്കൂരയില്ലാത്ത 2 തറകളിലാണ് ഇവരുടെ സ്ഥാനങ്ങൾ. നാഗരാജാവായ വാസുകിയും നാഗീക്ഷയും ചിത്രകൂടവും അടങ്ങുന്ന ചെറിയൊരു നാഗക്കാവാണ് ഇവിടെയുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിൽ ഇവിടെ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകും. 1 അടി മാത്രം ഉയരമുള്ള ചെറിയൊരു ശിവലിംഗമാണ് വേട്ടക്കരയൻ സ്വാമിയെ പ്രതിനിധീകരിക്കുന്നത്. നിലവിൽ പൂജകളൊന്നും ആയില്ലെങ്കിലും അധികം വൈകാതെ എല്ലാ വർഷവും വേട്ടക്കരയൻ പാട്ടു തുടങ്ങാൻ ആലോചനകളുമുണ്ട്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം എത്തുന്നത് തുറസായ ഒരു നിലപ്പിലേക്കാണ്. നിലവിൽ ക്ഷേത്രത്തിൽ ആനക്കൊട്ടിലില്ല. കൊടി കയറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. ഇത് കഴിഞ്ഞാൽ ബലിക്കൽപുരയാണ്. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സാമാന്യ വലിപ്പമുള്ള ബലിക്കല്ലാണെങ്കിലും പുറമേ നിന്നുള്ള ദർശനത്തിന് ഇത് തടസ്സമാകുന്നു. ബലിക്കൽപുരയിൽ നിന്നും നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശന കവാടത്തിനു മുകളിൽ ഭഗവതിയുടെ ഒരു ചിത്രം കാണാം. ശ്രീ മൃദംഗശൈലീശ്വരി ഭക്തജന സമിതി സമർപ്പിച്ച ഈ ചിത്രം അനാച്ഛാദനം ചെയ്തത് സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദേവിയുടെ പരമഭക്തനായിരുന്ന അദ്ദേഹം ഈ ക്ഷേത്രം ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രവചനം നടത്തുകയുണ്ടായി. മതിൽക്കെട്ടിനകത്ത് തെക്കുകിഴക്കു ഭാഗത്തായി സരസ്വതി മണ്ഡപം പണിതിരിക്കുന്നു. നവരാത്രി കാലത്ത് വിദ്യാരംഭം കുറിക്കുന്നതും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതും ഇവിടെ വെച്ചാണ്. പ്രദക്ഷിണ വഴിയിൽ തെക്കു പടിഞ്ഞാറു ഭാഗത്ത് കിഴക്കോട് ദർശനമായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിൽ. മേൽക്കൂരയില്ലാത്ത ഒരു ശ്രീകോവിലാണിത്. തന്മൂലം പ്രതിഷ്ഠയെ വനശാസ്താവായി ഗണിച്ചു വരുന്നു. എന്നാൽ വലതുകൈയിൽ അമൃതകലശം ധരിച്ചു നിൽക്കുന്ന ധന്വന്തരി ശാസ്താവിനെ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. തന്മൂലം ഈ ശാസ്താവിനെ ഭജിക്കുന്നത് രോഗശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 3 അടി ഉയരം വരും കൃഷ്ണശില നിർമ്മിതമായ ശാസ്ത്ര വിഗ്രഹത്തിന്. ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചാണ്. നീരാഞ്ജനം, നെയ്യഭിഷേകം, എള്ളുപായസം എന്നിവയാണ് ശാസ്താവിൻ്റെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ എടുത്തു പറയത്തക്ക കാഴ്ചകളൊന്നുമില്ല. വടക്കേ നടയിൽ ഊട്ടുപുര പണിതിട്ടുണ്ട്. നിത്യവും ഇവിടെ ഊട്ട് നടത്താറുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്കെല്ലാം വിഭവസമൃദ്ധമായ സദ്യ നൽകിയേ വിടും. വടക്കുകിഴക്കേ മൂലയിലാണ് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറുകൾ പണിതിരിക്കുന്നത്. തിരുവക്കാടി എന്നു പേര് ഉള്ള പ്രത്യേകതരം നെയ്ച്ചോറാണ് ഇവിടെ ദേവിയുടെ പ്രധാന വഴിപാട്. കൂടാതെ നെയ്വിളക്കും അതിവിശേഷമാണ്. ദേവീക്ഷേത്രമായതിനാൽ പട്ടും താലിയും ചാർത്തൽ, ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി, ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി തുടങ്ങിയവയും പ്രാധാന്യത്തോടുകൂടി നടത്താറുണ്ട്. എന്നാൽ ഏറ്റവും ചിലവേറിയ വഴിപാടുകൾ ഉദയാസ്തമയ പൂജയും വിശേഷാൽ നിറമാലയുമാണ്. 2016 ഈ ക്ഷേത്രം വൻ ജനശ്രദ്ധ നേടിയിരുന്നു. മുൻ IPS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തിയ 3 സംഭവകഥകളാണ് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചത്. കലാവാസനകൾ വളരാനും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കുമെല്ലാം ഈ ക്ഷേത്രദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ എത്തി ദേവിയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ച് ലഭിക്കുമെന്നാണ് വിശ്വാസം. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.